ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിൽ വീട്ടിലെങ്ങനെയാണ് പഫ്സ് ഉണ്ടാക്കിയതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് ആദ്യം നമ്മൾ മസാല പ്രിപ്പയർ ചെയ്യാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ കോക്കനട്ട് ഓയിലാണ് കേട്ടോ എടുത്തത്. അതിലേക്ക് കുറച്ച് പെരുംജീരകം ചേർത്ത് കൊടുത്ത് അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് വെളിച്ചെണ്ണയിൽ ഒന്ന് വാട്ടിയെടുക്കുക, ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവണം. അപ്പോൾ കുറച്ച് സോൾട്ട് കൂടി ചേർത്ത് കൊടുത്തിട്ട് വഴറ്റുക. പിന്നെ ഇതൊന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുമ്പോഴത്തേക്ക് ഒരു 1/4 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 സ്പൂണോളം ചില്ലി പൗഡറും ഒരു 1/4 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ഒരു 2 പിഞ്ച് ഗരം മസാല, ഇത്രയാണ് മസാലാസ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു 2 മിനിറ്റ് കൂടുതൽ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ, മസാല വേവാൻ വേണ്ടിയിട്ട്. മസാല വെന്തതിന് ശേഷം നമ്മൾ ടൊമാറ്റോ കെച്ചപ്പാണ് കേട്ടോ, ടൊമാറ്റോ സോസാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ചിലർ തക്കാളി ചേർക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ സോസാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. പിന്നെ അതിലേക്ക് 1 സ്പൂണ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്വീറ്റ്സിൻ്റെ ഈ ഒരു ഷീറ്റാണ് കേട്ടോ എടുത്തത്. ഞാൻ 4 പഫ്സാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് 4 ഷീറ്റ് ഞാൻ എടുത്ത് മാറ്റി വെച്ചു. നമ്മളിത് ഫ്രീസറിലാണ് കേട്ടോ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് നേരത്തെ തണുപ്പ് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണമല്ലോ. പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചില്ലേ, വെള്ളം ഒഴിച്ചതെന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ഉള്ളി കുറച്ചൊന്ന് സോഫ്റ്റനാവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുകൊണ്ടാണ് കുറച്ച് വെള്ളം നമ്മൾ ആ മസാലയിൽ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ഇനി നമുക്ക് മസാല വെച്ച് കൊടുത്ത് പഫ്സ് റെഡിയാക്കാം. അപ്പം ഞാൻ കുറച്ച് മസാല വെച്ച് കൊടുത്തു. അതിലേക്ക് ഒരു മുട്ടയുടെ പകുതി, ഇത്രയും വെച്ചിട്ട് നമ്മൾ 4 സൈഡും ഫോൾഡ് ചെയ്യാണ്. ജസ്റ്റ് ഒന്ന് മുട്ടയുടെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് വെച്ചാൽ മാത്രം മതി, അത് സ്റ്റിക്ക് ആയിക്കോളും. ഒരുപാട് അമർത്തി കൊടുക്കേണ്ടതായിട്ടൊന്നും ആവശ്യമില്ല. എന്നിട്ട് ഞാൻ സൈഡ് കൂടി ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വിടുന്നുണ്ട്. അങ്ങനെ ഓരോരോ പഫ്സ് നമുക്ക് റെഡിയാക്കിയെടുക്കാം. നമ്മൾ വീട്ടിൽ നമ്മളായിട്ട് തന്നെ മാവ് കുഴച്ചിട്ടുണ്ടാക്കുന്നതും ഉണ്ടെന്നല്ല, അങ്ങനെയും ചെയ്യും. പിന്നെ ഈ ഒരു ഷീറ്റ് നമ്മൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് അത്രയും എളുപ്പമാണല്ലോ. മാവ് കുഴച്ചിട്ടുണ്ടാക്കുമ്പോഴും സെയിം തന്നെയാണ്, പക്ഷെ കുറച്ചുകൂടി ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാനെപ്പോഴും ഷീറ്റ് ആണ് കേട്ടോ പ്രിഫർ ചെയ്യുന്നത്, കാരണം നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോരോ പഫ്സും റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ സ്വീറ്റ്സിൻ്റെ ഷീറ്റ് തന്നെയാണ് കേട്ടോ വാങ്ങിക്കുന്നത്, കാരണം ഇത് നല്ലതാണ്. ഇതിൻ്റെ സമോസ ഷീറ്റ് ആണെങ്കിലും എല്ലാം സ്വീറ്റ്സിൻ്റെ തന്നെയാണ് വാങ്ങിക്കാറുള്ളത്. അപ്പോൾ ഞാൻ എയർ ഫ്രയറിലാണ് ഇത് റെഡിയാക്കുന്നത്. 3 എണ്ണമാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. കാരണം ഞാൻ 4 പഫ്സ് റെഡിയാക്കാനായിട്ടാണ് എടുത്തത്, പക്ഷേ നമ്മുടെ സ്പേസ് അനുസരിച്ചിട്ട് വേണം നമ്മളിത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഒരു മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തതും ഇതിൻ്റെ പുറത്തേക്ക് തൂത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ഗ്യാപ്പ് വേണം കേട്ടോ, കാരണം ഇത് കുറച്ചുകൂടി ഫ്ലഫി ആയിട്ട് വരുമല്ലോ, കുറച്ച് വിടർന്ന് വരും. അപ്പോൾ അതുകൊണ്ടിട്ട് ഇതിനൊരു കുറച്ച് ഗ്യാപ്പ് വേണം. അതുകൊണ്ട് 3 പഫ്സാണ് അറ്റ് എ ടൈം ഞാൻ വെച്ചത്. ഇനി നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ബേക്കിംഗ് ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ടാപ്പ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ബേക്കിംഗ് ഓപ്ഷനിലെത്തും. 180 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ്സ് ആണ് കേട്ടോ, 15 മിനിറ്റാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 15 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇത് ഓഫാകുമ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ആഫ്റ്റർ 15 മിനിറ്റ്സ് നമ്മൾ പഫ്സല്ല, നമ്മുടെ എയർ ഫ്രയർ ഓപ്പൺ ചെയ്യാൻ പോവാണ്. അപ്പോൾ കറക്റ്റ് നല്ല പെർഫെക്റ്റ് പഫ്സ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്.
നല്ല ക്രഞ്ചി ആയിട്ട് നല്ലതായിട്ട് നല്ല മുരിഞ്ഞ് ഇത് നമ്മൾ പാലും ചിലർ ചേർത്ത് കൊടുക്കും കേട്ടോ. ഞാൻ മുട്ട മാത്രമാണ് ബീറ്റ് ചെയ്ത് ചേർത്തത്. നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ആ ലെയറൊക്കെ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ചെറിയ പൊടി പൊടിയായിട്ട് വരില്ലേ, അപ്പോൾ അങ്ങനെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിത് കുക്കറിലും റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് വീഡിയോയിൽ അങ്ങനെ റെഡിയാക്കുന്നതും ഇടാം. സോ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക.